വരി. എന്താ അവിടെ നിക്കണേ? കേറി ബരീൻ. കേറി വാ. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വാ. നീ രക്ഷിച്ചത് ഞങ്ങളുടെ പ്രാണനാ. കേറി വാ. എന്താ എന്റെ പേര്? ഏത് മഹലിപ്പെട്ടതാ? ചോദ്യവും പറച്ചിലൊക്കെ പിന്നെ ആകാം മുസ്ലിയാരെ. ഓനല്ല ക്ഷീണമുണ്ട്, ചോര കുറവൊഴുക്കിയതാ. ആ, എല്ലാരും ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി. ഓ. സാഹിബേ, തനിച്ചൊന്ന് കാണാം. എന്താ എന്റെ പേര്? ഉണ്ണികൃഷ്ണൻ. ആരൊക്കെയുണ്ട്? ആരുമില്ല. യതീമാണല്ലേ? ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ട്. എന്താ ജോലി? അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ പടച്ചോൻ അയച്ചതാ നിന്നെ? അല്ലെങ്കിൽ ആ നേരത്ത് നീ എവിടെ എത്തിയതെങ്ങനെ? എന്തിന്? ആര് പറഞ്ഞിട്ട്? എന്റെ അടുത്തേക്കായിട്ട് തന്നെ പറഞ്ഞയച്ചതാ തമ്പുരാൻ. അപ്പോ നീ ഇനി എന്റെ കൂടെ തന്നെ വേണം. ഞാനൊരു ഹിന്ദു. ഇവിടെയുള്ളവർക്ക് ആർക്കെങ്കിലും... പ്രപഞ്ചത്തിലെ സമസ്ത സൃഷ്ടികളും ഒരേ ഒരു ദൈവത്തിൻ്റെതാണ്. പരസ്പരം തിരിച്ചറിയാൻ പടച്ചോൻ സമുദായങ്ങളും ഗോത്രങ്ങളും ഉണ്ടാക്കി. മുസൽമാന്റെ വേഷം കെട്ടിയിട്ട് മുനാഫിക്കായി നടക്കണതിൽ കാര്യമില്ല. പടച്ചോൻ അനുസരിക്കണവനായിരിക്കണം. പേരെന്തെന്ന് ആരെങ്കിലും ചോദിച്ചാ സലാം എന്ന് പറഞ്ഞാൽ മതി. മറ്റുള്ളവരുടെ സമാധാനത്തിൽ. എന്തേ? എന്താടി? അതെ, ആംഗലിന്റെ പേരെന്താന്നറിയോ? സലാം. സലാം. ഇഹത്തിലും പരത്തിലുമുള്ള സകല ചരാചരങ്ങളെയും പോറ്റി വളർത്തുന്ന റബ്ബുൽ-ആലമീനായ തമ്പുരാനെ, ഞങ്ങൾക്ക് തന്ന ആഹാരത്തിന് നന്ദി പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആമീൻ. എന്താടി വായം പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നേ? വേറെ കണ്ടി പോടിക്ക് മാറേ. ഭക്ഷണം കഴിക്കണ നേരത്തെങ്കിലും നാവ് കൊണ്ട് നല്ലത് പറയും സുലൈമാനെ. ഓള് കുട്ടിയല്ലേ. കുലുസു, മോള് കഴിക്ക. അല്ല, സലാം എന്താ കഴിക്കാത്തെ? ഈ കൈ ഒരു... എന്താ, നെയ്ച്ചോറ് ഇഷ്ടല്ലേ? അതോ ബാബയെ പോലെ കുത്തരിക്കഞ്ഞും ചമ്മന്തിയും മതിയോ? അല്ല, കയ്യില് കെട്ടായിട്ട് എന്തെങ്കിലും കോരി കഴിക്കാന്. അയ്യോ, അത് വേണ്ട. സാരമില്ല, കഴിച്ചോളൂ. എന്താ കരയുന്നത്? ഒന്നുമില്ല.
പാതയ്ക്ക് വെച്ച് എണീറ്റ് പോകുന്നത്? പെരുവരലെന്ന് ചൊറിഞ്ഞ് കയറിയിട്ട് ആരാ എവിടുന്നാണ് അറിയാത്തവനൊക്കെ പിടിച്ച് വീട്ടിൽ കയറി സൽക്കരിക്കാന്ന് വെച്ചാ അതിന് പറ്റിയൊരു അമ്മായി പതുക്കെ. ചോറ് തൊള്ളയിലേക്ക് വെച്ച് ഊട്ടുന്ന കണ്ടില്ലേ? ഇതുവരെ ഒരു ചോറ് എനിക്ക് തന്നിട്ടുണ്ടോ അവര്? ഒന്റെ കൈക്ക് പാങ്ങില്ലാത്തോണ്ടല്ലേ. ആ നമുക്ക് വല്ലാണ്ടങ്ങ് പിടിച്ചെന്ന് തോന്നില്ല അവനെ. എന്നാ പോയി അവനോടൊക്കെ പുറത്തോടി. ഞാൻ പാട് നിർത്താൻ കൊണ്ടു ഞാനേക്കാം. ഓരില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. നാവ് തൊള്ളൽ അടക്കി വെക്കി പെടക്ക് വർത്താനം പറയാണ്ട്. കൈക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല. ചോര കുറെ ഒഴുക്കിയില്ലേ? എങ്ങനെയാ നന്ദി പറയേണ്ടെന്ന് അറിയില്ല. എന്റെ ബാപ്പാന്റെ ജീവൻ കാത്തതിന് പടച്ചവനോട് പ്രാർത്ഥിച്ചോളാം ഞാൻ. ഈ ആയുസ് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി. എന്തേ? അല്ല, ആ കുട്ടി അത് ബാബാന്റെ ഇളയ മോളാ ഷാഹിദ. അതിന്റെ കാര്യം പറഞ്ഞാൽ വല്ലാത്തതാ. കല്യാണത്തിന്റെ തലേന്ന് പുയ്യാപ്പുള ചെക്കൻ ഹോട്ടലിന്റെ ടെറസിന്റെ മുകളിൽ വീണ് മയ്യത്തായി. ലോയക്കാർക്ക് പാർട്ടി കൊടുത്തതാ. ഇപ്പോഴത്തെ ചെറുപ്പക്കാരല്ലേ ലഹരി പാർട്ടിയായിരുന്നു. ഓൻ കഴിച്ചിട്ടില്ല എന്നാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട്. പിന്നെ എങ്ങനെയാ അങ്ങനെ ഉണ്ടായതെന്ന് പടച്ച തമ്പുരാന് മാത്രമേ അറിയൂ. ബാബയോടുള്ള വൈരാഗ്യം തീർക്കാൻ ആരോ തള്ളിയിട്ടതാണെന്നും കേൾക്കുന്നുണ്ട്. എന്തായാലും അതിന്റെ ശേഷം ആ പെങ്കൊച്ചി ബംഗ്ലാവിന്റെ പുറത്തിറങ്ങിയിട്ടില്ല. അങ്ങോട്ട് അകത്തേക്ക് നടക്ക്. ആലോചനകൾ എത്ര വന്നതാ, പക്ഷെ ഓള് സമ്മതിക്കണ്ടേ. ബാബാടെ നെഞ്ചില് നീറിനൊരു കനലാണ് ഓള്. പുറത്തുനിന്ന് നോക്കുമ്പോ ബാബയ്ക്ക് എന്തോ ഒരു കുറവ്. ചെങ്കോലും കിരീടവും ഇല്ലാത്ത സുൽത്താൻ. ബാബയ്ക്കെന്താ ഇത്രയും ശത്രുക്കള്? നല്ലത് ചെയ്യുന്നവരെ കശാപ്പ് ചെയ്യാൻ നടക്കുന്ന അബുജാഹിലുകളല്ലേ ഈ ദുനിയാവില്. ആ കലികാലത്ത് ഇതൊക്കെ തന്നെ നടക്കും. ശരിക്കും ബാബ നല്ല ആളല്ലേ? വെറുതെയാണോ പാവങ്ങളുടെ പടത്തലവൻ എന്ന് വിളിക്കുന്നത്? പക്ഷെ ദുഷ്ടത്തരം കണ്ട ബാബു പൊറുക്കൂല. അതൊക്കെ പോട്ടെ, ഈ ഇതൊക്കെ ഒന്ന് എടുത്തു നോക്ക്. എന്തായത്? കുറച്ച് തുണിയും കുപ്പായ ഒരു ഉദ്ദേശം വെച്ച് വാങ്ങിയതാ. സൈസ് ഒത്തില്ലേ നമുക്ക് മാറ്റി മേടിക്കാ. ഇത് കുറെ ഉണ്ടല്ലോ. ഇരിക്കട്ടെന്ന്. അടുത്ത ആഴ്ച ബാബന്റെ 60-ാം പിറന്നാളാ. ഒരാഴ്ചത്തെ ആഘോഷാണ്. ദഫ്മുട്ടും കൈമുട്ടും പിന്നെ കോയലൂത്തും കോൽക്കളിയും കോയ് ബിരിയാണി. ഒരടിപൊളി മേളായിരിക്കും. ഒക്കെ ബാബിയുടെ ഏർപ്പാടാണ്. അപ്പോഴേക്കും ഇവിടം കൊണ്ട് അനക്കൊരെണക്കം ഉണ്ടാവും. സ്പെഷ്യൽ ഗസ്റ്റ് ചെയ്യാ. സലാമ ഇയൊന്ന് അസലായിട്ട് ഒരുങ്ങ്. എവിടെ ബാഗ്?